ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇതിനു മുമ്പും RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തലാണോ ADGPയുടെ ജോലിയെന്നും രമേശ് ചെന്നിത്തല കണ്ണൂർ DCCയിൽ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ADGP വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. BJPക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച PR ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നത്. കോവിഡിന് ശേഷം PR ഏജൻസി മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. അന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ PR ഏജൻസി പറഞ്ഞിട്ടാണ്. നവകേരള സദസ്സും PR പരിപാടിയായിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ADGP RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ADGP ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ? RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ ADGP ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും തകർക്കാൻ BJPയുമായി രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് പോയത് CPM-നാണ്. വാസ്തവത്തിൽ തുടർഭരണം BJPയുടെ ഒരു സംഭാവനയാണ്. കാരണം അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാകും. അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ BJP വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ CPM സ്വീകരിക്കുകയാണ്. മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണം. ഉടഞ്ഞ വിഗ്രഹമാണ് മുഖ്യമന്ത്രി. അതിനെ നന്നാക്കാൻ PR ഏജൻസി കൊണ്ട് കഴിയില്ല. നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണ് ADGP എന്നും ചെന്നിത്തല പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.